നമസ്കാരം. ചെങ്കടലിൽ ഇന്ത്യൻ വാണിജ്യ കപ്പലിന് നേരെ ആക്രമണം. കപ്പൽ കടലിൽ മുങ്ങി 13 ഇന്ത്യക്കാർ ഉൾപ്പെടെ 14 ജീവനക്കാരെ യമൻ കോസ്റ്റ് ഗാർഡ് രക്ഷപ്പെടുത്തി. ആക്രമണത്തിന് പിന്നിൽ ഹൂത്തികളെന്ന ആരോപണം ശക്തമായി അപലപിച്ച് കേന്ദ്ര സർക്കാർ. അന്താരാഷ്ട്ര ജലപാതയായ ചെങ്കടലിൽ വെച്ച് ഇന്ത്യൻ പതാക വഹിച്ച വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ഭീകരാക്രമണം ആഗോളതലത്തിൽ വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. യമൻ തീരത്തിന് സമീപത്ത് വെച്ച് ആക്രമിക്കപ്പെട്ട MSV ഫൈസേനൂരെ ഒലിയ എന്ന പാരമ്പര്യ വാണിജ്യ കപ്പൽ കടലിൽ പൂർണ്ണമായും മുങ്ങിത്താണു. എന്നാൽ കപ്പലുണ്ടായിരുന്ന 13 ഇന്ത്യൻ നാവികരും ഒരു വിദേശിയും ഉൾപ്പെടെയുള്ള 14 ജീവനക്കാരെയും അതിസാഹസികമായ നീക്കത്തിലൂടെ യമൻ തീരദേശ സേന രക്ഷപ്പെടുത്തിയത് വലിയ ആശ്വാസമായി മാറുകയായിരുന്നു. ആക്രമണത്തിന് പിന്നിൽ പ്രദേശത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന ഹൂത്തി വിമത വിഭാഗമാണെന്ന് യമൻ സുരക്ഷാ സേന വ്യക്തമാക്കിയിട്ടുണ്ട്. യാതൊരുവിധ പ്രതിരോധ ശേഷിയുമില്ലാത്ത സാധാരണക്കാരായ നാവികർ സഞ്ചരിച്ചിരുന്ന ചരക്ക് കപ്പലിന് നേരെ നടന്ന ഈ കടന്നാക്രമണം യാതൊരു ന്യായീകരണവുമില്ലാത്ത കൊടും ക്രൂരതയാണെന്ന് കേന്ദ്ര സർക്കാർ ശക്തമായി അപലപിച്ചു. യമനിലെ പ്രമുഖ സൈനിക വിഭാഗമായ ഗാർഡ്സ് ഓഫ് ദി റിപ്പബ്ലിക് അഥവാ യമനി നാഷണൽ റെസിഡൻസ് ഫോഴ്സിന്റെ കോസ്റ്റ് ഗാർഡ് വിഭാഗവും നാവികസേനയും സംയുക്തമായി നടത്തിയ മിന്നൽ രക്ഷാപ്രവർത്തനമാണ് ജീവനക്കാരുടെ ജീവൻ കാത്തത്. അപായ സന്ദേശം ലഭിച്ചയുടൻ കുതിച്ചെത്തിയ യമൻ സുരക്ഷാ സേന കടലിൽ മുങ്ങിത്താണ കപ്പലിൽ നിന്നും ജീവനക്കാരെയും സുരക്ഷിതമായി കരക്കെത്തിച്ചു. രക്ഷപ്പെടുത്തിയ 14 പേരെയും നിലവിൽ യമനിലെ തന്ത്രപ്രധാനമായ മൊഖ തുറമുഖത്തെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവിടെ ഇവർക്ക് ആവശ്യമായ അടിയന്തര വൈദ്യസഹായവും ഭക്ഷണവും താമസ സൗകര്യവും ലഭ്യമാക്കിയിട്ടുണ്ട്. വൻ ദുരന്തത്തിൽ നിന്നും അത്ഭുതകരമായാണ് ഇന്ത്യക്കാരായ ജീവനക്കാർ രക്ഷപ്പെട്ടത്. സംഭവത്തെ തുടർന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയവും രാജ്യത്തെ ഷിപ്പിംഗ് മന്ത്രാലയവും കടുത്ത പ്രതിഷേധവും ആശങ്കയും രേഖപ്പെടുത്തി. ആയുധങ്ങളോ പ്രതിരോധ സംവിധാനങ്ങളോ ഇല്ലാത്ത സാധാരണ വാണിജ്യ കപ്പലുകളെയും നിരായുധരായ നാവികരെയും ലക്ഷ്യമിട്ട് നടത്തുന്ന ഇത്തരം ആക്രമണങ്ങൾ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ഇന്ത്യ അടിയന്തര പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി. ചെങ്കടൽ മേഖലയിൽ സമീപകാലത്തായി വർദ്ധിച്ചു വരുന്ന ഇത്തരം ഭീകരപ്രവർത്തനങ്ങൾ അന്താരാഷ്ട്ര ഗതാഗതത്തിനും കടൽ വഴിയുള്ള വ്യാപാരങ്ങൾക്കും വൻ ഭീഷണിയാണ് ഉയർത്തുന്നത്. അന്താരാഷ്ട്ര ജലപാതകളിൽ ഭയരഹിതമായി കപ്പലുകൾക്ക് സഞ്ചരിക്കാനുള്ള സുരക്ഷിത അന്തരീക്ഷം പുനഃസ്ഥാപിക്കാൻ ആഗോള സമൂഹം അടിയന്തരമായി ഇടപെടണമെന്ന് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടു. കടലിൽ കുടുങ്ങിയ പൗരന്മാരുടെ സുരക്ഷയ്ക്കാണ് രാജ്യം പ്രഥമ പരിഗണന നൽകുന്നതെന്ന് കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് ജലപാത മന്ത്രി സർബാനന്ദ സോണോവാൾ ഡൽഹിയിൽ വ്യക്തമാക്കി. 14 ജീവനക്കാരെയും സുരക്ഷിതമായി രക്ഷപ്പെടുത്താൻ സാധിച്ചതിൽ വലിയ ആശ്വാസമുണ്ടെന്ന് വ്യക്തമാക്കിയ മന്ത്രി മേഖലയിൽ സേവനമനുഷ്ഠിക്കുന്ന മുഴുവൻ ഇന്ത്യൻ നാവികരുടെയും സുരക്ഷ പൂർണ്ണമായും ഉറപ്പാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രക്ഷപ്പെടുത്തിയ ജീവനക്കാരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ഉറപ്പുവരുത്തുവാനും അവർക്ക് ആവശ്യമായ എല്ലാ വൈദ്യസഹായവും പുനരധിവാസ സൗകര്യങ്ങളും അടിയന്തരമായി ലഭ്യമാക്കാനും ഡയറക്ടർ ജനറൽ മാരിടൈം അഡ്മിനിസ്ട്രേഷന് മന്ത്രി കർശന നിർദ്ദേശം നൽകി. നിലവിൽ സൗദി അറേബ്യയിലെ റിയാദിലുള്ള ഇന്ത്യൻ എംബസി യമൻ പ്രാദേശിക ഭരണകൂടവുമായി നിരന്തരം സമ്പർക്കം പുലർത്തി സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. രക്ഷപ്പെടുത്തിയ ഇന്ത്യക്കാരുടെ തുടർ സുരക്ഷ ഉറപ്പാക്കുന്നതിനും അവരെ എത്രയും വേഗം സ്വന്തം നാട്ടിലേക്ക് തിരിച്ചെത്തിക്കുന്നതിനുമുള്ള നിയമപരമായ നടപടികൾ എംബസി ഉദ്യോഗസ്ഥർ നേരിട്ടാണ് ഏകോപിപ്പിക്കുന്നത്. അപകട സമയത്ത് അടിയന്തരമായി ഇടപെട്ട് ജീവൻ രക്ഷിച്ച യമൻ കോസ്റ്റ് ഗാർഡിനും പ്രാദേശിക അധികൃതർക്കും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗികമായി പ്രത്യേക നന്ദി രേഖപ്പെടുത്തിയിട്ടുണ്ട്.